നടത്തി. കാരണം ഈ ഉന്നത കുലജാതൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന 20-ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ഈ സ്റ്റേറ്റ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ പറഞ്ഞത് ശരിയാണോ? ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വിമർശിച്ചോളണമെന്ന് ഒരു ധാരണയുമില്ല. കാരണം അല്ലാത്തൊരു വേഷണം അതിനെപ്പറ്റി കേട്ടു. അദ്ദേഹം പറയുന്നത് ഉന്നത കുലജാതർ അടിസ്ഥാന വർഗങ്ങളെ ഭരിക്കണം, അടിസ്ഥാന വർഗത്തിലുള്ളവർ ഉന്നത കുലജാതരെയും ഭരിക്കണം എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷെ അത് മാധ്യമങ്ങൾ തമസ്കരിക്കുന്നു ഒരു ഭാഗം. കാരണം സുരേഷ് ഗോപി പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു അജണ്ടയായിട്ട് എടുത്തിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമുണ്ട് ഇവിടെ. ഒരു ചാനൽ തന്നെ നമുക്കറിയാം, ഒരു ചാനലിൽ തന്നെ വൈകുന്നേരം എഴുതിയിട്ട് 3 ആളുടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. കാണാത്ത സിനിമയെക്കുറിച്ചാണ് 3 ആളും ചർച്ച ചെയ്യുക. ഒന്നാമത് അവർ സിനിമയ്ക്ക് എതിരാണ്, എന്നാലും അവർ പരിപാടിക്കൊക്കെ സിനിമക്കാർ വേണം. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഒന്നുകിൽ പുളിവാറ് കൊണ്ടടിക്കണം, അല്ലെങ്കിൽ ഞാൻ രൂക്ഷമായി വിമർശിക്കണം. അപ്പോൾ പുളിവാറ് കൊണ്ടടിക്കുന്നത് ഒരു ക്രൈമായതുകൊണ്ട് ഞാൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കും. എനിക്ക് തന്നെ ഇഷ്ടമല്ല ഞാൻ പറഞ്ഞ രീതി, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, പലപ്പോഴും അത് വേണ്ടി വരും. കാരണം നമ്മൾ വിമർശിക്കുന്ന ആളുകൾ അത്രയും ഭയങ്കരന്മാരായിരിക്കും. ഇവർ ഈ കാസിരംഗ നാഷണൽ പാർക്കിലുള്ള കാണ്ടാമൃഗത്തെക്കാളൊക്കെ തൊലിക്കെട്ടിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഊതിയതാണല്ലേ? അല്ലടാ സത്യം. അപ്പോൾ അവരുടെ നേർക്ക് നമ്മൾ വാരിക്കുന്തം പ്രയോഗിച്ചാലും ചിലപ്പോൾ ഏൽക്കൂല, ഒരു കടുത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ താങ്കൾ സുരേഷ് ഗോപിക്ക് നൽകിയ ഒരു പരിലാളനയുണ്ടല്ലോ, ഇതാണ് മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ ചക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊക്കെന്ന് പറയും. മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നത്. ഇവിടെ ഇരുന്ന് ഒരാൾക്ക് സംശയമില്ല ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത്. ഇത് സുരേഷ് ഗോപി പറഞ്ഞൊക്കെ എത്ര മുമ്പ് തൊട്ട് ഞാൻ പറഞ്ഞതാ. എന്തുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരു MLAക്ക് വ്യവസായ വകുപ്പ് കൊടുക്കുന്നില്ല? എൻ്റെ ചോദ്യം ഇതാണ്. ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്നില്ല. എടോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. ജാതി വിഭാഗത്തിൽപ്പെട്ട അറിവില്ലായ്മയാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒന്നാമത്തെ യോഗ്യത എങ്കിൽ ശരിയാണ്. ഇതൊക്കെ വളരെ മോശമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കരുത്. ഇവന്റെ ഒരു കാര്യം കണ്ടോ? ഓട്ടെ കള, അവൻ നന്നാവൂല. സാമൂഹ്യ പ്രശ്നമാണ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്ത സീറ്റിലല്ലാതെ എത്ര പട്ടികജാതിക്കാർ ഈ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്? എന്നിട്ടല്ലേ ജയിക്കല്? മത്സരിക്കുമ്പോൾ കൊടുക്കില്ല സീറ്റ്, ഒരു പാർട്ടിയും കൊടുക്കില്ല. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ദളിത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞൊരു വിഭാഗക്കാരുണ്ട്, അറിയാമോ? അതിൽ നിന്ന് കേരള സംസ്ഥാന ചരിത്രത്തിൽ ഒരേ ഒരാളാണ് MLA ആയിട്ടുള്ളത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 കൊല്ലമായി. 75 കൊല്ലത്തിനിടയ്ക്ക് ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാളാണ് MLA ആയിട്ടുള്ളത്. അത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ. അതാണ് നമ്മുടെ സംസ്ഥാനം. നമ്മൾ വലിയ പ്രബുദ്ധതയൊക്കെ പറയും, നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ 1.5 മണിക്കൂറൊക്കെ നിന്ന് കാച്ചും ഇല്ലേ? എന്തുകൊണ്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനിക്ക് ഒരാൾ സീറ്റ് കൊടുക്കണില്ല? മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ ഇല്ലേ? കൊടുക്കൂല. അപ്പം ക്രിസ്ത്യാനിയുടെ സംവരണം എന്ന് പറഞ്ഞത് സംവരണമല്ല, അവരുടെ കോട്ട മുഴുവനും പോകുന്നത് എവിടേക്കാണ്? സവർണ ക്രിസ്ത്യാനികൾക്കാണ്. ഇതിനെപ്പറ്റി ആരെങ്കിലും ഈ വിഷയം ആരെങ്കിലും അഡ്രസ്സ് ചെയ്യുമോ? സുരേഷ് ഗോപി ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഏതായാലും നമ്മളിപ്പോൾ മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. ജയശങ്കറിൻ്റെയൊക്കെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ കുഞ്ചൻ പേര് സ്റ്റൈലാണ്, പരിഹാസമാണ്. അദ്ദേഹം പരിഹസിക്കാൻ തോന്നാത്ത രീതിയിലാണ് പറയാം. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ട. എനിക്കും കുറേശ്ശെ ഇഷ്ട. നരേന്ദ്രമോദിക്കെതിരെ താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെന്റായി കണ്ടതാണ്. നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്രമോദി എന്ന പേരെടുത്ത് പറഞ്ഞ് പിണറായി വിജയൻ ഒരിക്കലും വിമർശനം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഉന്നയിക്കുന്ന കാലത്ത് മോദി എന്ന് പറഞ്ഞ് പേരെടുത്തുകൊണ്ട് ഞാനും വിമർശനം ഉന്നയിക്കാം എന്ന് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. തെറ്റല്ലേ? ഒരിക്കലുമല്ല. ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിക്കുന്നത്. താങ്കൾ കേട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് അവർന്നേ പറയുള്ളൂ. അവർന്നേ പറയുള്ളൂ. നരേന്ദ്രമോദി ശരിയായ സ്വേച്ഛാധിപതിയാണ്, അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രത പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ കേട്ടിട്ടില്ല. നാസിസ്റ്റ് ആണ്, ഫാസിസ്റ്റ് ആണ് നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് പറയുന്ന ഒരു 3 ക്ലിപ്പുകൾ നമുക്കിപ്പോൾ പ്ലേ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ പറഞ്ഞോളാം. ഞാൻ കണ്ടിട്ടില്ല, വേണ്ട. എനിക്ക് വിരോധമൊന്നുമില്ല, എനിക്ക് അങ്ങനെ യാതൊരു ബലപ്പെടുത്തുമില്ല. അതാണ് ചോദ്യം. നിങ്ങൾ എന്നെ നരേന്ദ്രമോദി ഭക്തനാക്കരുത് ദയവായിട്ട്. നരേന്ദ്രമോദിയുടെ ഭരണ കാര്യങ്ങളെക്കുറിച്ചും നരേന്ദ്രമോദിയുടെ നിലപാടുകളെ പറ്റി വിമർശിച്ച് താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദയവായിട്ട് ഞാൻ ഒരു 3 ക്ലിപ്പ് അങ്ങോട്ട് അയച്ചു തരാം.
ഞാനെന്ന വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടെന്താണ്, ഞാൻ എന്തുകൊണ്ട് ഈ വ്യാജ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും ഇയാൾ മോഡിയിൽ വിമർശിക്കുന്നില്ല. മോഡിയിൽ വിമർശിച്ചിട്ടുണ്ട്, ഇവൻ സുരേഷ് ഗോപിയെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് ഞാൻ വോട്ട് ചെയ്യില്ല, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഹൃദയം വേണമെങ്കിൽ കൊടുക്കും, പക്ഷേ വോട്ട് ചെയ്യില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നത് തന്നെയാണ്. ഒരു പ്രത്യേക ജീവിതമല്ലേ. നാം കണ്ടിട്ടുണ്ട്. അരുന്ധതി റോയ്ക്കെതിരെ താങ്കൾ തലയ്ക്ക് വെളിവില്ലാത്ത സ്ത്രീ, മദ്യപിച്ച് നടക്കുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതും അത് കുറച്ചധികം കാലം മുമ്പ് വലിയ വിവാദവുമായിരുന്നു. അരുന്ധതി റോയ് എന്ന് പറയുന്ന രാജ്യം ആദരിക്കുന്ന ഒരു എഴുത്തുകാരിയെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയാണോ? ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. ഈ വിരുദ്ധമായ വാചകങ്ങൾ പറയുമ്പോൾ അക്കാര്യത്തിൽ ഒരു സൂക്ഷ്മത പുലർത്തേണ്ടത് അത്യാവശ്യമല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സ്ത്രീ വിരുദ്ധമായിട്ടും പുരുഷ വിരുദ്ധമായിട്ടും ഞാൻ പലതും പറയും. ഒഫൻസ് ആണ് സർ. സ്ത്രീ വിരുദ്ധമായ ഡയലോഗുകൾ എന്ന് പറയുന്നത് ഒഫൻസ് ആണ്. കുഴപ്പമില്ല, നിങ്ങൾ കേസ് കൊടുക്കും. വിമർശനമായിരുന്നു ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ. അതായത് താങ്കൾ ആശുപത്രിയിലായിരുന്ന ഒരു സമയത്ത് ഒരു കയ്യിൽ കഠാരയും മറുകൈയിൽ പൊതിച്ചോറും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളുടേതായി വന്നിരുന്നു. ചോറ് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ലോകം മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? പൊതിച്ചോറിന് വേണ്ടി കൈ നീട്ടുന്ന ഒരു ലോകം ഉണ്ടാവാതിരിക്കുക വേണ്ടത്. അതായത് സ്ഥിരം ഞങ്ങൾ പൊതിച്ചോറ് തരും, നിങ്ങൾ എന്നും ദരിദ്രരായി പട്ടിണിക്കാരായി നിൽക്കൂ, ഞങ്ങൾ പൊതിച്ചോറ് വന്നോളാം എന്ന് പറയുന്ന ഒരു ധ്വനി അതിലുണ്ട്. നിങ്ങൾ പൊതിച്ചോറ് തിന്നാത്തൊരു കാലത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊപ്പം സമരം ചെയ്യുന്നു എന്നല്ല പറയുന്നത് ഡിവൈഎഫ്ഐ. ഞങ്ങൾ പൊതിച്ചോറ് തരാം, നിങ്ങളിങ്ങനെ പട്ടിണിക്കാരുണ്ടായിക്കോ. ഞാനിക്കൊരു കാർ ആക്സിഡൻ്റായി, ഇയാൾ മരിച്ചു പോയില്ലല്ലോ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം ആനയ്ക്കുന്നവർക്ക് ഞാൻ പടി കൊടുക്കണ്ടേ? അപ്പോൾ എൻ്റെ ഭാഷ രൂക്ഷമാണ്. അത് ഡിവൈഎഫ്ഐ അല്ല, അതിൻ്റെ കൊമ്പത്തെ സംഘടനയാണെങ്കിൽ ഞാനങ്ങനെ എഴുതുള്ളൂ. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഓരോ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ സിനിമ വന്നപ്പോൾ അതിനെ അവർ കഠിനമായിട്ട് ആക്രമിച്ചു, അതിനെ ആൾക്കാരെ കയറ്റുന്ന തിയേറ്ററിൽ നിന്ന് അവർ ഇറക്കിച്ചു. ഡിവൈഎഫ് പ്രവർത്തകർ തന്നെ രക്ഷിച്ചു കൊണ്ടുപോയത് ഡിവൈഎഫ്ഐക്കാരല്ല, അവിടെയുള്ള അവിടെയുള്ള കുറച്ച് നല്ല മനുഷ്യരാണ്. അവരോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, ഞാൻ വിളിച്ചു ചോദിച്ചാൽ പിന്നീട് നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ പാർട്ടിക്കാരൊന്നുമല്ല, ഞങ്ങൾ അവിടെയുള്ള ഇന്ന ആൾക്കാരാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇവർ പ്രഖ്യാപിച്ചത് എന്താണ്? ഞങ്ങൾ എടുത്തുകൊണ്ടുപോയി നിലവിളിക്കുകയായിരുന്നു, അദ്ദേഹത്തെ ഞങ്ങൾ ആംബുലൻസ് കയറ്റിക്കൊണ്ട് ഞങ്ങളില്ലായിരുന്നെങ്കിൽ ചത്തുപോയിരുന്നു. നാഥനില്ലാത്തൊരു സംഘമാണത്. ഈ നാഥനില്ലാത്ത സംഘം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ മതി. അതിലേറ്റവും മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുന്ന ഇനി അവരൊന്നും സംഘടനയിലുള്ളവരല്ലാന്ന് നിങ്ങൾ പറയരുത്, അവരുടെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാം നമുക്ക്. ഏറ്റവും മോശപ്പെട്ട മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുന്ന കമൻറ്റുകൾ എഴുതുന്നത് ഇവർ തന്നെയാണ്. അതിൻ്റെ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കിട്ടുന്നത്. കാരണം 2018 പ്രളയം ഉണ്ടായിരുന്നു. ആലുവ താലൂക്കിലുള്ള എല്ലാ വീടുകളും എല്ലാ സ്ഥലങ്ങളും മുങ്ങി, എൻ്റെ വീട് മുങ്ങി. പക്ഷേ ഈ പ്രളയത്തിൻ്റെ തലേ ദിവസം ഞാൻ വീട് വിട്ട് പോയിരുന്നു. ഇത്ര വലിയ പ്രളയമാണ് ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല. പക്ഷേ പിറ്റേ ദിവസം കണ്ണൂർ ജില്ലയിലുള്ള ഒരു ഡിവൈഎഫ്ഐക്കാരൻ പോസ്റ്റ് ഇട്ടു. ആലുവ ദേശത്ത് മുങ്ങിത്താണു പോയ വീടിൻ്റെ ടെറസിൽ നിന്ന് സഹായത്തിന് വേണ്ടി ആർത്ത് വിളിച്ച അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ സ്ഥലത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷിച്ചു. സത്യം. എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ആനത്തലവട്ട ആനന്ദൻ, അദ്ദേഹം CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇടയ്ക്ക് ഞങ്ങൾ ഫോണിൽ സംസാരിക്കും. ഒരിക്കൽ ഞാൻ ആനന്ദൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, സാധാരണ ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ അതിൻ്റെ പ്രതിച്ഛായ വികൃതമാക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ജയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് നിങ്ങൾ CITUക്കാരാണ് വഹിച്ചുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ചുമട്ടുതൊഴിലാളികൾ. ഇത്തവണ CITUക്കാർ ആ ചരിത്രപരമായി ദൗത്യത്തിൽ നിന്ന് പിന്മാറിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആനന്ദിന് വലിയ സന്തോഷമായി, പുള്ളിക്ക് ശരിക്കും ആനന്ദമുണ്ടായി. പുള്ളി പറഞ്ഞു, അത് ഇത്തവണ ഞങ്ങൾ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്, ആരെയും കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്, മന്ത്രിസഭയുടെ പ്രതിച്ഛായകൾ പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താണ്? ആ ചരിത്രപരമായ ദൗത്യം SFIക്കാർ DYFIക്കാർ ഏറ്റെടുത്തിരിക്കുക.